പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർമ്മലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും. ഇതേ തുടർന്ന് നിർമ്മൽ ആരാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കുന്നു. പക്ഷേ നിർമ്മലിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് അവിടെയുള്ള ചിലർ. എന്നാൽ തനിക്ക് അവകാശപ്പെട്ടത് നേടിയെടുത്തതിന് ശേഷമേ താൻ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിർമ്മൽ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവകാശം കിട്ടുന്നത് വരെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. പക്ഷേ ഇതേ സമയം പിങ്കി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. നിർമ്മലിനെ കണ്ടതിനെ തുടർന്ന് തനിക്ക് തൻ്റെ അർജുനെയാണ് ഓർമ്മ വന്നത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി, അതുകൊണ്ട് തന്നെ നിർമ്മലുമായുള്ള ബന്ധം നല്ലതിനാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. നിർമ്മലിനെ നമ്മുടെ കൂടെ നിർത്തണം. നിർമ്മലിനെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങൾ നമുക്കുണ്ട്. നിർമ്മലിനെ ഉപയോഗിച്ച് നന്ദയെയും അതുപോലെ തന്നെ ഗൗതത്തെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കണമെന്നും അതുകൊണ്ട് നമുക്കാണ് ഉപകാരമുണ്ടാവുക എന്നും വ്യക്തമാക്കുന്ന പിങ്കി, ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതേ സമയം നന്ദയാകട്ടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു. വീട്ടിലെ സ്ഥിതികൾ അത്ര ശാന്തമായി മുന്നോട്ടു പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. നിർമ്മൽ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നന്ദ ഇതേ തുടർന്ന് നിർമ്മലിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഒടുവിൽ കാര്യങ്ങൾ തിരിച്ചറിയുകയാണ്. നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നിർമ്മലിന്റെ അമ്മ എല്ലാ കാര്യവും നന്ദയോട് തുറന്നു പറയുകയും തൻ്റെ മകന് അവകാശപ്പെട്ടത് ഞങ്ങൾ നേടിയെടുക്കുമെന്നും അത് കോടതിയിലേക്ക് പോയിട്ടാണ് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും എന്നും വ്യക്തമാക്കുന്ന അവർ, ഈ ദുരിതത്തിൽ നിന്ന് എൻ്റെ മകനെ രക്ഷിക്കുകയാണ് എൻ്റെ ആവശ്യം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിർമ്മലിന്റെ വീട്ടിലെ സ്ഥിതി വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നന്ദ. ഇതോടെ ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ ഇപ്പോൾ നിർമ്മലിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്ന് ഗൗതം ചോദിക്കുന്നു. ഗൗതം സാർ വിചാരിക്കുകയാണ് എങ്കിൽ നിർമ്മലിനെ ഈസിയായി രക്ഷപ്പെടുത്താൻ സാധിക്കും. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ജോലി അവനെ ശരിയാക്കി കൊടുക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം. അവൻ ഒരു വിധത്തിൽ നോക്കുകയാണ് എങ്കിൽ സഹോദരനല്ലേ, അതുകൊണ്ട് തന്നെ സാർ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ നന്ദയ്ക്ക് വേണ്ടി അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാമെന്നും ശ്രമിക്കാമെന്നും ഉള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഗൗതം. പക്ഷേ ഇതേ തുടർന്ന് നിർമ്മലിനെ ചെന്ന് കണ്ട് ഗൗതം സംസാരിക്കുന്നുവെങ്കിലും അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നന്ദയുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടി ആവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.